ഹായ് ഹലോ. ഇന്ന് സൺഡേ ആയിട്ടേ ചന്തയിൽ ചെന്നപ്പോഴത്തേക്കും കുഞ്ഞൻ ചാള മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു നിരാശയുണ്ടെങ്കിലും പിന്നെ ഞാനത് മേടിച്ചുകൊണ്ടെങ്കിൽ വന്നു. ഇവിടെ വന്നപ്പോൾ നമുക്ക് ചാള നല്ല അടിപൊളിയായിട്ട് മുളകിട്ടാലോ എന്നൊരു ഐഡിയ കിട്ടി. അങ്ങനെ ഞാനത് അടിപൊളിയായിട്ട് മുളകിടാൻ പോവുകയാണേ. നിങ്ങളും കൂടെ വായും. ആദ്യം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും 2 സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊണ്ടിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ചൂടാക്കിയെടുക്കാവേ. പൊടികളെല്ലാം ഇട്ടതിന് ശേഷമേ ഗ്യാസ് ഓൺ ആക്കാവൂ, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിയാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ല രീതിയിലൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിതിനെയൊക്കെ വാരിപ്പുറക്കി മിക്സിയിലോ ജാറിലോട്ട് ഇട്ടതിന് ശേഷം ഒരു 5-6 ചുമന്നുള്ളിയും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാവേ. ഒരുപാടങ്ങ് അരയത്തില്ലെങ്കിലും നമ്മൾ മാക്സിമം അരച്ച് തന്നെ എടുക്കണേ. എടുത്തതിന് ശേഷം നമുക്ക് ഇവനെ ഒരു ചട്ടിയിലോട്ടങ്ങ് മാറ്റാം കേട്ടോ. നമ്മൾ ഈ അരപ്പ് അരച്ചത് ഒരു ചട്ടിയിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു ചെറിയ തക്കാളി 2 പച്ചമുളകും കൂടി ഇട്ട് നല്ല രീതിയിൽ കൈ വെച്ച് തന്നെ അങ്ങ് മിക്സ് ചെയ്യാവേ. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കട്ട പിടിച്ചത് അതേ കണക്ക് കിടക്കും കേട്ടോ. ആ കട്ടയൊക്കെ ഒന്ന് കൈ വെച്ച് നന്നായിട്ട് ഉടച്ചങ്ങ് മാറ്റണേ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാവേ. ഞാൻ ആ അരപ്പ് കഴുകിയ വെള്ളമാണ് ഒഴിച്ചത്, നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിൽ ഒഴിക്കാം. ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഏറെ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇവനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാതെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല തിള വരും. അപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മുടെ ആ പൊടിച്ചാളയല്ലേ അതെല്ലാം കൂടെ വാരിപ്പിറക്കി അങ്ങോട്ട് വെച്ച് കറക്റ്റ് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലും അല്ല ഹൈ ഫ്ലെയിമിലും അല്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലോണം തിള വരുന്നിടം വരെ നോക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചാളക്കറി ഇവിടെ റെഡിയാവും. പിന്നെ അതിനകത്ത് കുറച്ച് ഉലുവാപ്പൊടിയും വെളിച്ചെണ്ണ വേണമെങ്കിൽ ഓപ്ഷനാണ്, മാത്രം വേണമെങ്കിൽ മാത്രം കുറച്ച് ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കറി ഒന്ന് ചുറ്റിച്ച് മാത്രം എടുക്കണമേ. ഒരുപാട് സ്പൂൺ ഇട്ടങ്ങ് ഇളക്കരുത്, അപ്പോൾ ഈ മീനെല്ലാം പൊടിഞ്ഞുള്ള സാധ്യതയുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണിട്ട് ഇതേ കണക്കൊന്ന് കോരി നോക്കാവേ. കോരി നോക്കുമ്പോഴത്തേക്കും ഏറെക്കുറെ നല്ല തിക്കുമായിരിക്കും, എന്നാൽ ഒരുപാടങ്ങ് ലൂസും ആയിരിക്കത്തില്ല. എന്നിട്ട് ചൂട് കുറച്ച് ആറിയ ചോറിലോട്ട് നമുക്ക് ദാണ്ട് ഈ ചാള ഇങ്ങനെ അങ്ങോട്ട് കോരി വെച്ചതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് ഞെരടി അങ്ങോട്ട് കഴിക്കണം. കുറച്ച് ചീനിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ചീനിയുണ്ട്, അത് വേവാനായിട്ട് അടുപ്പിൽ കിടക്കുന്നതുള്ളൂ. അതിന് മുമ്പ് എനിക്ക് വിശപ്പ് വന്നു. അങ്ങനെ ഞാൻ ദാണ്ട് കുഴച്ച് കഴിക്കുവാണ്. അപ്പോൾ ദാണ്ട് എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ. എൻ്റെ ചാളക്കറിയുടെ ഭംഗി നിങ്ങളൊന്നും കൂടെ കണ്ടേരെ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കുറവാണ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് വീഡിയോസ് ഇടാൻ ഇനിയും തോന്നത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. दिवाकर सारा विषय